1925 നാഗ്പൂരിൽ ഇതുപോലൊരു വിജയദശമി ദിവസമാണ് RSS രൂപീകരിച്ചത്. ഇപ്പോൾ നാം മറ്റൊരു വിജയദശമി ദിവസത്തിലാണ്. ആ സംഘടനയ്ക്ക് ഇപ്പോൾ 100 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വളർച്ചയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്ഭുതകരമായ വളർച്ചയാണ്. 2 തവണ നിരോധിക്കപ്പെട്ടു. 2 തവണയും ആ നിരോധനത്തിൻ്റെ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെണീറ്റ സംഘടനയാണ്. ഇന്നിപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭരണം അവശേഷിക്കുന്ന കേരളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വ്യത്യാസം. ഹിന്ദു ഹൃദയ ഭൂമി, അതിൻ്റെ വിശാലമായ വക്ഷസ്സായിട്ടുള്ള ഉത്തർപ്രദേശിൽ ഇത്രയും ശാഖകളില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഹിന്ദി ഹൃദയഭൂമിയാണ് സംഘപരിവാർ സംഘടനകളുടെ ചാണകസംഖികൾ എന്ന് പറയുന്നവരുടെ അടിത്തട്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഗ്രാമാന്തരങ്ങളിലുണ്ട്. അതിൻ്റെ കാരണം കേരളത്തിലാണ് ഏറ്റവും അധികം മതപ്രീണനം നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുന്നിടത്ത് സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന പോലെ ഭൂമിയിൽ എന്ത് നടക്കുമ്പോഴും അതിനൊരു ബാലൻസിങ് ആക്ട് ഉണ്ട്. ആ ബാലൻസിങ് ആക്റ്റാണ് RSS. പണ്ട് യോനക തെരുവുകളിൽ കൂടി ഉണ്ണിയാർച്ചയ്ക്ക് നടക്കാൻ കഴിയില്ല. ഉണ്ണിയാർച്ചയ്ക്കെന്നല്ല, ഒരു സ്ത്രീക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. നടന്നു പോയാൽ അവിടെ ജോനകന്മാർ പിടിച്ചു കൊണ്ടുപോകും. എന്തും ചെയ്യും, എന്തും, ബലാത്സംഗം ഉൾപ്പെടെ എന്തും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അന്ന് ഉറുമി ചുഴറ്റിക്കൊണ്ട് ഉണ്ണിയാർച്ചയാണ് വീരഗാഥ ലോകനാർ കോവിലേക്കുള്ള യാത്രയിൽ നടത്തിയത്. അങ്ങനെയാണ് അവരുടെ ശൗര്യം, ആ വിമതന്മാരുടെ ശൗര്യം ഇല്ലാതാക്കിയത് എന്നാണ് വടക്കൻ പാട്ടുകളിലെ പുരാവൃത്തം. എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ തന്നെ പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് നടന്നു പോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇതായിരുന്നു അവസ്ഥ. ഗുണ്ടാപ്പടകളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സുഡാപ്പികളെന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ കൂടെ ചേർന്ന് അവരുടെ വഴി തടയുകയും അവരെ അപമാനിക്കുകയും വസ്ത്രാക്ഷേപം പോലും ചെയ്യുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്ത്രീകൾ അവരുടെ വീടുകളിൽ തന്നെ പൂജാദികൾ നിർവഹിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത് അവർക്ക് അനഭിഗമ്യമായിട്ടുള്ള ഒന്നായിട്ട് തീർന്ന വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനൊരു മാറ്റം വന്നത് RSS ഒരു സ്വയം സേവക സംഘമായിട്ട് സ്വയം രൂപവൽകൃതമായിക്കൊണ്ട് സംഘടിച്ചു നിന്നതുകൊണ്ടാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതിന് പല വേർഷൻസും മാർക്സിസ്റ്റ് പാർട്ടി ചമച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ പിടിച്ചു ധ്വംസിക്കുകയും ഹിംസിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. അത് വർഗീയ വൈരം വളർത്തുന്നു. അങ്ങനെയല്ല. ഇന്ത്യയുടെ ഡിഫൻസ് തന്നെയാണ് അവരുടെ അന്തരാത്മാവിൽ ഉദിച്ചിരിക്കുന്ന ആശയം. അതുതന്നെയാണ് അവരിപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വത്വം, സംസ്കാരം, ഏകാത്മക മാനവഗതാവാദം, അത് തന്നെയാണ്, ഹ്യൂമനിസം തന്നെയാണ് തട്ടിലുള്ളത്. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം. നമ്മുടെ 5000-ഓളം NSS കരയോഗങ്ങളുണ്ട് കേരളത്തിൽ. ഇതൊരു സർവേ എടുത്ത് നോക്കൂ. അത്ര പ്രയാസമേറിയ കാര്യമൊന്നുമല്ല. ഭൂരിപക്ഷം കരയോഗങ്ങളിലും അംഗങ്ങളിപ്പോൾ RSSകാരാണ്. നേരത്തെ അവർ ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുമായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരേ ഇല്ല. കാരണം കാലം മാറുന്തോറും ആ ക്ലാസ് ഇൻട്രസ്റ്റ് അതിനൊരു സെൻട്രി. അല്ല സാറേ, ആ പേടിയാണല്ലോ നാം അയ്യപ്പ സംഗമത്തിൽ കണ്ടത്. അതെ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം കരയോഗങ്ങളിലെ ആളുകളുടെ മനസ്സ് ഇനി പിടിച്ചു മാറ്റാനാകാത്ത വിധം BJPയുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഈ RSSന്റെ വിജയം ഹിന്ദുക്കൾക്കിടയിൽ സ്വത്വബോധം വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? തങ്ങളുടെ പാരമ്പര്യവും തങ്ങളുടെ കഴിവുകളും വളർച്ചയും എല്ലാം തിരിച്ചറിയാൻ ഹിന്ദുവിനെ പഠിപ്പിച്ചത് RSS ആണല്ലേ? അത് അങ്ങനെ വിചാരിക്കേണ്ട. ഞാനീ പറഞ്ഞ പോലെ കാലാകാലങ്ങളിലെ ചരിത്ര നിയോഗങ്ങളുണ്ടായിരുന്നു. കാൾ മാർക്സും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചരിത്ര നിയോഗങ്ങൾ. ചരിത്രത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന് വരുമ്പോൾ അവിടെ ഒരു മഹാപുരുഷൻ, ഒരു യുഗപുരുഷൻ ഉണ്ടാവും എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. ഇതുതന്നെയാണ് ശ്രീകൃഷ്ണൻ ഭഗവാനും മറ്റൊരു തരത്തിൽ പറഞ്ഞത്. എല്ലാവരും ഒരേ വാക്കുകളിൽ അല്ലെങ്കിൽ പശ്ചാത്തലത്തിലായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത് എന്നില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞത് സംഭവാമി യുഗേ എന്ന് പറയുന്ന ആ സംഭവം തന്നെയാണ് RSS. അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ ഹിന്ദു അസുരക്ഷിതനായിരുന്ന കാലത്ത് പച്ചക്കറികൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുകയും ആരോടും വഴക്കിന് പോകാതിരുന്നപ്പോഴും അവരുടെ മതം മൂലം കൊടിയ വൈരത്തിനും
വൈരനിരാധന ബുദ്ധിക്കും അതുപോലെ തന്നെ കൊലപാതകത്തിന് ഇരയായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചുഴന്നു നിന്ന ഒരു സമൂഹത്തിൻ്റെ, ഒരു മതത്തിൻ്റെ എന്ന് ഞാൻ പറയത്തില്ല, ഒരു സംസ്കാരത്തിൻ്റെ ഡിഫൻസിന് വേണ്ടി ഉദയം ചെയ്ത ഒന്നാണ് മഹാത്മാഗാന്ധിയും. അതുപോലെ തന്നെ ഇന്ത്യ പാരതന്ത്ര്യത്തിൻ്റെ നുകം ചുമന്നുകൊണ്ടിരുന്നപ്പോൾ ഉദിച്ചുയർന്ന അദ്ദേഹം ഒരു മകരനക്ഷത്രത്തെ പോലെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉദിച്ച ഈ സംഭവാമി യുഗയിലെ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു യുഗപുരുഷനാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യം. പക്ഷേ ഈ മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിം സ്പർദ്ധ അതിൻ്റെ ഏറ്റവും വലിയ സെനിത്തിൽ ഗൗരീശങ്കര ശിഖരത്തിലെത്തിയ സമയത്ത് പറഞ്ഞത്, തങ്ങളെ ആക്രമിക്കാൻ ആയുധങ്ങളും ആയിട്ട് വരുന്ന മുസ്ലിങ്ങൾക്ക് മുമ്പിൽ അവർ കഴുത്തും പിടിച്ച് നിന്നു കൊടുക്കണം, അറവു മൃഗങ്ങളെ നിൽക്കുന്നത് പോലെ. അതിന് നിൽക്കൊണ്ട് തിരിച്ചൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടേത് പരിപാവനമായിട്ടൊരു സന്ദേശമായിരിക്കാം, പക്ഷേ അതുമൂലം നഷ്ടപ്പെട്ടത് നിരപരാധികളുടെ ജീവനാണ്. അതൊന്നും തിരിച്ചു കിട്ടാത്ത മഹാത്മാഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ വിചാരിച്ചാൽ തിരിച്ചു പിടിക്കാനാവാത്ത ജീവനുകളാണ് ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത്. അവരുടെ ചോരയാണ് നമ്മൾ ഗംഗാനദിയിലൂടെ യമുനാ നദിയിലൂടെ ഒക്കെ കണ്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ RSSന് ബോധ്യമുണ്ടായി, ഇങ്ങനെ വിഘടിച്ച് നിന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇതുപോലെ അഹിംസയെ പുണർന്നുകൊണ്ട് കഴുത്ത് അറുക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരെ പോലെ നിന്നുകൂടാ. വിധി നിയോഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ആത്മരക്ഷ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ചെയ്യണം എന്നുള്ളൊരു ബോധോദയം ഉണ്ടായി. എന്ന് വിചാരിച്ച് ഈ RSSകാരെല്ലാം ഈ ബോധോദയം ഉള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സംഘടനയാണെന്ന് വിചാരിക്കുന്ന RSSലെ ശാഖാംഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതാണിപ്പോൾ RSSൻ്റെ ഏറ്റവും വലിയ ഭീഷണി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭീഷണിയല്ല, നക്സലൈറ്റുകൾ ഒരു ഭീഷണിയല്ല, കോൺഗ്രസ് പോലും ഭീഷണിയല്ല ഇന്ന് RSS. ന്യൂനപക്ഷ നിങ്ങളുടെ ആ കെണി എന്ന് പറയുന്നത് അത് ഭീഷണി അല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ബോധ്യപ്പെടുന്നത്. ആഗോള അയ്യപ്പ സംഗമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നടത്തിയതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഹിന്ദു മഹാഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഭരിക്കാമെന്ന് അവർ വിചാരിച്ചു. ശബരിമല സന്നിധാനം അതങ്ങനെയല്ല എന്ന് തെളിയിച്ചു കൊടുത്തു. അതങ്ങനെയല്ല എന്ന് തെളിയിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ സ്പീക്കർ മിത്തെന്ന് വിളിച്ച ഒരു ഗണപതിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ശബരിമല സന്നിധാനത്തിരിക്കുന്ന മണികണ്ഠനായ സ്വാമി അയ്യപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം അതിനവിടെ തിരികൊളുത്തേണ്ടി വന്നു. അത് കാലഘട്ടത്തിൻ്റെ വലിയൊരു കാവ്യനീതിയാണ്, കാത്തുവെച്ചിരുന്ന കാവ്യനീതി. അതവിടെ സംഭവിച്ചു. അതുകൊണ്ട് തീർന്നില്ല. ജോൺ ബ്രിട്ടാസ് വളരെ മോശമായ ഭാഷയിൽ വള്ളിക്കാവിൽ അമ്മ എന്നും കള്ളിയാണവരെന്നും ഫ്രോഡാണവരെന്നും വിളിച്ച ആ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്നിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രി ജി സുധാകരനെയും തഴഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന മന്ത്രി സജി ചെറിയാൻ, സീനിയറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, അവിടെ ചെന്നു അമ്മയുടെ ആശ്ലേഷ വലയത്തിൽ നിൽക്കേണ്ടി വന്നു. അമ്മയുടെ തലയിൽ മൂർധാവിൽ ഉമ്മ നൽകി അവരെന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു. ആ ചോദ്യം ചെന്ന് കൊണ്ടത് ജോൺ ബ്രിട്ടാസിൻ്റെ നെഞ്ചത്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി MABയുടെയും നെഞ്ചത്താണ്. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചോ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മന്ത്രി സന്ദർശിച്ചതിനെക്കുറിച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MABക്ക് ഒരു വാക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. മൗനിയാണ്, മൗനി ബാബയായിട്ടിരിക്കുകയാണ്, മുനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ RSSൻ്റെ ഒരു വലിയ ദിഗ്വിജയമാണത് വിളിച്ചോതുന്നു. RSS എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഏത് വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു? ആത്മീയ വിശ്വാസം, ആത്മീയ തലത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെ ജാതി അതീതമായിട്ടുള്ള വിശ്വാസം, ജാതിയിൽ വിശ്വസിക്കുന്നില്ല. RSSകാരിൽ ശരിയായിട്ടുള്ള RSSകാരുടെ പേരിൽ ഒരു നമ്പൂതിരിപ്പാട് കാണില്ല, ഒരു പിള്ള കാണില്ല, ഒരു കുറുപ്പ് കാണില്ല, ഒരു മേനോനും കാണില്ല. സേതുമാധവൻ എന്നാണ് പേര്, മോഹൻ ഭാഗവത്. നമ്മൾ ജാതി തിരിച്ചറിയുന്നില്ല. അതുപോലെയാണ് എല്ലാ പരവും.
അത് പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. ബാലാസാഹബ് ദേവറേഷ് അദ്ദേഹമാണ് ഒരു മുസ്ലിം മഞ്ച് സ്ഥാപിച്ചത്. ഒരു മുസ്ലിം മഞ്ച് RSS ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ക്രിസ്ത്യാനികൾ പലരും RSSൽ അംഗങ്ങളാണെന്നുള്ളത് പലർക്കും അറിയില്ല. അതിൻ്റെ ശാഖകളിൽ സൂര്യ നമസ്കാരം പഠിപ്പിക്കുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. ഞാൻ സൂര്യ നമസ്കാരം പഠിച്ചത് RSS ശാഖയിൽ നിന്നാണ്. അതെൻ്റെ പഠനമാണ്. എൻ്റെ ഏറ്റവും വലിയ ഒരു ഉപലബ്ധി എന്ന് ഞാൻ വിചാരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ശരിയായ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും RSSന് ഒരു വില്ലൻ പരിവേഷം നൽകിയിട്ടുണ്ടല്ലോ. അതാണോ കേരളത്തിൽ പൂർണ്ണമായും ഒരു സാറ് പറയുന്നത് പോലെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് RSSന്റെ ശാഖയുണ്ട്, എന്നാലും ഒരു ചിലയിടങ്ങളിലെങ്കിലും തടയിടാൻ അവർക്ക് കഴിഞ്ഞത് ഈ വില്ലൻ പരിവേഷം നൽകുന്നത് കൊണ്ടാണോ? RSS എന്ന് പറഞ്ഞാൽ വർജിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ്. അതൊരു രാക്ഷസനാണ്, ചെകുത്താനാണ്, ഇബിലിസാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. പറശ്ശിനിക്കടവ് ക്ഷേത്രം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അവിടെ RSS എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദുർഭൂതമാണെന്നുള്ള മട്ടിലാണ് അവർ ആ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. മിക്കവാറും കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം RSSനെ വിഭാടനം ചെയ്യുകയാണ്. അവിടെയുള്ള ഹിന്ദു ബുക്ക് സ്റ്റാളുകൾ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSൻ്റെ അവിടുത്തെ കാര്യപരിപാടികൾ എന്നേ നിർത്തലാക്കി കഴിഞ്ഞു. അവരുടെ വ്യായാമ പരിപാടികളുണ്ടല്ലോ, അത് ആയുധമുറകളല്ല, വ്യായാമ പരിപാടികളെല്ലാം പണ്ടേ നിർത്തലാക്കി കഴിഞ്ഞു. അപ്പോൾ CPM അങ്ങോട്ട് അടുപ്പിക്കില്ല. CPMന് പിന്നെ വലിയ ശത്രുവായിട്ടാണ് RSSനെ കണക്കാക്കുന്നത്. ചതുർത്ഥി എന്ന് നമ്മൾ പറയില്ലേ, അത്തരം ഒരു ചതുർത്ഥിയാണ് RSSനെ കുറിച്ചുള്ള പ്രചാരണങ്ങളാണ് എപ്പോഴും നീണ്ടുന്നത്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം രാജ്ഹംസ് എന്ന് പറയുന്ന രാജ്ഭവൻ്റെ ആഴ്ചതോറുമുള്ള ആഴ്ചപ്പതിപ്പായിട്ടുള്ള വാരികയായി അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSൻ്റെ വലിയ പ്രചാരകനായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിൽ നിന്ന് അതിൻ്റെ കോപ്പി സ്വീകരിക്കേണ്ടി വന്നു. ഒരു കണ്ടീഷനും അദ്ദേഹം വെച്ചില്ല, ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ മര്യാദ കൊണ്ട് ഗവർണർ അത് മാറ്റി. പക്ഷേ ഭാരതാംബയെ ഉൾക്കൊള്ളുന്ന, ഭാരതാംബയിൽ വിശ്വസിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വന്നു. സ്വീകരിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകം ശശി തരൂരിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ RSSകാരെ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഭരണം നടത്താൻ പറ്റില്ല. ശരിയാണ് സാറ് അത് പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി എല്ലാവരും അല്ല, കേരളത്തിനകത്ത് തന്നെ വന്ന ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിലാണല്ലോ. നമ്മളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. RSS ചെയ്യുന്ന സേവനങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ സേവാഭാരതി ചെയ്യുന്ന സേവനങ്ങൾ കേരളത്തിലുമുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ, അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അതിനെയല്ലേ സൂചിപ്പിക്കും, ഇത്രയും അച്ചടക്കമുള്ള സംഘടന, അതിൻ്റെ അച്ചടക്കമെങ്കിലും അവർക്ക് പാടാവണ്ടേ? ഇന്ന് വരെ 100 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് എത്ര പാർട്ടായിട്ട് പിളർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാവോയിസ്റ്റ്. എത്ര എണ്ണമാണ് ഉള്ളത്? കേരള കോൺഗ്രസ് എത്ര ഉണ്ടോ അതിനേക്കാളും കൂടുതലുണ്ട്. ഒരൊറ്റ വിഭജനം വന്നിട്ടുണ്ടോ? കാരണം എന്താണ്? അധികാരമോഹമില്ല, അധികാര സ്ഥാനങ്ങളിൽ പോകാനുള്ള മോഹമില്ല, പാർലമെൻ്ററി വ്യാമോഹമില്ല, അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നു. പട്ടാളച്ചിട്ടയോട് കൂടിയാണ്, കേഡർ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സർസംഘചാലക് വന്നാലും കേരളത്തിലെ പ്രചാരക് വന്നാലും അണികളെല്ലാം എണീക്കണം, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യണം, അദ്ദേഹം ഇരിക്കാൻ പാടില്ലാരും. അച്ചടക്കം എന്താണെന്ന് പഠിക്കൂ. അങ്ങനെ ഒരു സംഘടനയിൽ കൂടി അച്ചടക്കവും പഠിക്കണം നമ്മൾ. അരാജകത്വം പഠിക്കുന്ന രാഹുൽ ഗാന്ധി എന്നെങ്കിലും ഈ RSSൻ്റെ ശാഖകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അരാജകത്വ മനോഭാവം അദ്ദേഹത്തിൽ അങ്കുരിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് നോക്കൂ. RSSലൂടെ വളർന്നു വന്നിട്ടുള്ളവരാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ, അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ. എന്തൊരു അച്ചടക്കവും കഴിവും പ്രാഗൽഭ്യവുമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നൈപുണി വികസനത്തിലുള്ള ഒന്നുകൂടിയാണ്. 100 വർഷം മുമ്പ് ഇതുപോലൊരു വിജയദശമി ദിനത്തിൽ സ്ഥാപിതമായ RSS ഇന്നിപ്പോൾ നാഗ്പൂരിൽ RSSൻ്റെ സർസംഘചാലക പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണത്തിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വസ്തുതകളും ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലൊരു വിജയദശമി പ്രഭാഷണം നടക്കുന്നുണ്ട്. പെരുന്നയിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ എന്നൊരു പ്രഭാഷണം നടത്തും.
അതിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിജയദശമിക്ക് എന്ന് മാത്രമല്ല, വിജയദശമി എന്ന് പറയുന്ന എഴുത്തിനിരുത്തെന്ന് പറയുന്നത് പണ്ട് ഒരു വിഭാഗം മാത്രം കൊണ്ടു നടന്നിരുന്നതാണെങ്കിൽ ഇന്നിപ്പോൾ പത്രസ്ഥാപനങ്ങൾ, പള്ളികൾ ഒക്കെ തന്നെ, അതുപോലെ വിവിധ മതങ്ങളിലെ സാഹിത്യകാരന്മാരൊക്കെ തന്നെ അവരുടേതായി ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ സാംസ്കാരിക ഏകത എന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ സത്യമായി ഭവിച്ചിരിക്കുന്നു എന്നല്ലേ അർത്ഥം. ആ സംസ്കാരത്തെ എല്ലാവരും ഉൾക്കൊള്ളുകയാണ്. വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ആചാരത്തെ ഇങ്ങനെ എല്ലാ മതങ്ങളും, എല്ലാ പള്ളികളും അമ്പലങ്ങളും ഒന്നുപോലെ, പത്രസ്ഥാപനങ്ങളും ഒന്നുപോലെ ഏറ്റെടുത്തിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സാംസ്കാരിക ഐക്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്, ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്, സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.